ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഈദ് മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഗ്ലോവി ആയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ട് എങ്ങനെ ഒരു ഗ്ലോവി ലുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. സോ ക്ലെൻസർ കൊണ്ട് ഫേസ് ക്ലീൻ ചെയ്ത ശേഷം ഞാൻ ടോണർ അപ്ലൈ ചെയ്തിട്ടോ. സോ വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗെയിൻ. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ ഡ്രൈ ആണ്. ഞാൻ സാലിസിലിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടുണ്ട് മുഖം. അതിനുശേഷം ഒരു ഹൈലറോണിക് ആസിഡിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. കോമ്പിനേഷൻ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ടീ സോണിലൊക്കെ ഓയിലും അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഡ്രൈയുമാണ് സ്കിന്നുള്ളത്. ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഇസെൻട്രിയുടെ ഹൈലറോണിക് ആസിഡ് ടോണറാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇസെൻട്രി ഒരു കൊറിയൻ ബ്രാൻഡാണ്. അതിനുശേഷം ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളത് ലനേഷിൻ്റെ ലിപ് ബാമാണ്. ഇതൊരു സൂപ്പർബായിട്ടുള്ളൊരു ലിപ് ബാമാണ്. നല്ല മോയ്സ്ചറൈസിങ്, ഹൈഡ്രേറ്റിംഗ് എന്നൊക്കെ പറയാം. സ്ട്രോബെറി ഫ്ലേവറാണ്. ലനേഷ് എന്നാണ് കേട്ടോ ബ്രാൻഡ് നെയിം. ഇതും ഒരു കൊറിയൻ പ്രൊഡക്റ്റാണ്. കുറേ നാൾ ലാസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ട്യൂബ് ഓൾമോസ്റ്റ് ഒരു 3 months ഒക്കെ ആയിട്ടാണ് ഞാനിത് മേടിച്ചിട്ടെന്ന് തോന്നണം. ബട്ട് സ്റ്റിൽ ഇതിൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ഡ്രോപ്പൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. നല്ല മോയ്സ്ചറൈസിങ് ആണ്, ഗ്ലേസിങ് ആയിട്ടിരിക്കും ചുണ്ടൊക്കെ. അതിനുശേഷം ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണ് ഞാൻ. ഇതൊരു വെയറബിൾ ആയിട്ടുള്ളൊരു ലുക്കാണ് ചെയ്യുന്നത്. സോ പ്രൈമറും മോയ്സ്ചറൈസറൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാണ്. കാരണം ഈ ഒരു സൺസ്ക്രീൻ തന്നെ എനിക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ഡ്യൂവി ആയിട്ടുള്ള ഫിനിഷ് തരാറുണ്ട്. സോ ഇതെൻ്റെ ഒരു മോയ്സ്ചറൈസർ കം സൺസ്ക്രീൻ രണ്ടിൻ്റെയും ഒരേ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ദിസ് വൺ ഈസ് ഓൾസോ എ കൊറിയൻ പ്രൊഡക്റ്റ്. കൊറിയൻ പ്രൊഡക്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈൻഡ്സ് എന്ന് പറയാം. ഇതിൽ റൈസാണ് അടങ്ങിയിട്ടുള്ളത്. SPF 50 ആണ്. ഇതിൽ പറയത്തക്ക വിധത്തിലുള്ള ഫ്രാഗ്രൻസോ കാര്യങ്ങളൊന്നുമില്ല. ഓൾസോ നോ വൈറ്റ് കാസ്റ്റ്. അതാണല്ലോ കുറച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഫാക്ടറായിട്ട് വരുന്നത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, പില്ല് ചെയ്യാൻ പാടില്ല, കണ്ണ് സ്റ്റിങ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഈ ഒരു സൺസ്ക്രീനിൽ ഇല്ല. ബട്ട് ഈ ഒരു ട്യൂബിന് 1500 രൂപ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയും അത് വർത്തിട്ടാണ്. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിന് നല്ലപോലെ ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല മോയ്സ്ചറൈസ്ഡും ഗ്ലേസിങ് ലുക്ക് തരുമെന്ന് പറയില്ലേ, ഗ്ലോവി ലുക്ക്, അത് ഈ ഒരു സൺസ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഗ്രൂം ചെയ്യാണ്. എൽഫിൻ്റെ ഐബ്രോ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഡീപ്പ് ബ്രൗൺ ആണ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു എൻഡ്സ് ഒക്കെ ഒന്ന് ഡാർക്കൺ ചെയ്തിട്ട് സ്പൂളി കൊണ്ട് ബ്രഷ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ഔട്ട്ലൈൻ മാത്രം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് സ്പൂളി കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൽഫ് ഒരു ഡ്രഗ് സ്റ്റോർ പ്രൊഡക്റ്റ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എന്നാൽ നല്ല ഹൈ എൻഡ് പ്രൊഡക്ട്സ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത് വാട്ടർ പ്രൂഫ് വേരിയൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നൈക്കയിൽ ഇതിൻ്റെ 2 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ബട്ട് ഇന്ത്യൻ സ്കിൻ ടോണിന് കുറച്ച് ഡീപ്പ് ബ്രൗൺ ഷെയ്ഡ്സ് ആയിരിക്കും നല്ലത് കേട്ടോ. ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പീച്ച് കോറൽ കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് ഞാൻ ഐസിന് കൊടുക്കുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് വൈറ്റും ലാവൻഡർ കളറുമാണ്. സോ ഞാൻ ഒരു പീച്ച് കളറാണ് കണ്ണിൽ കൊടുക്കുന്നത്. നല്ലപോലെ ക്രീസിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പാക്കിൻ്റെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഐഷാഡോ ബ്രഷ്. അത്യാവശ്യം ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഷാഡോ ആണ് മേക്കപ്പ് റെവല്യൂഷൻ്റെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡാണത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐഷാഡോ പാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിൽ നിന്നൊരു കോറൽ അല്ലെങ്കിൽ ഇതേപോലത്തെ പീച്ച് കളേഴ്സൊക്കെ ആണെങ്കിൽ കൂടുതൽ കണ്ണ് ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഇനി ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഗ്ലിറ്റർ ഐഷാഡോ യൂസ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ബേസ് കൊടുത്തിട്ട് ഈ ഒരു ഗ്ലിറ്റർ ഐഷാഡോ ഇടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ഐ ലുക്ക് ടോപ്പ് ആവും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റാണിത്. എത്ര ഐഷാഡോ ഇടാൻ അറിയാൻ വയ്യ എന്ന് പറയുന്നവർക്കും വളരെ ഈസി ആയിട്ട് ഒരു നല്ല ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പാർട്ടി ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ലിങ്ക്സ് ഇട്ടേക്കാം. അതിനുശേഷം ഞാൻ നൈക്കയുടെയും മേബലിൻ്റെയും കൂടി ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് മാച്ച് ചെയ്യാണ്.
എൻ്റെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മോസ്റ്റ്ലി എനിക്ക് കറക്റ്റായിട്ടുള്ള ഷെയ്ഡ്സ് ഒന്നും കിട്ടാറില്ല ഫൗണ്ടേഷൻ്റെ. സോ ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരെണ്ണം ന്യൂട്രൽ ഷെയ്ഡും പിന്നെ ഒന്ന് വാം ഷെയ്ഡുമാണ്, രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ബ്രഷാണിത്. ബട്ട് ഇത് വളരെ സ്മൂത്താണ്, നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫൗണ്ടേഷൻസൊക്കെ. ഞാൻ പൊതുവേ എൻ്റെ പ്രൊഡക്ട്സൊക്കെ നൈക്കയിൽ നിന്നാണ് മേടിക്കാറുള്ളത്. സോ ഈ പ്രൊഡക്ട്സിൻ്റെ പേര് നിങ്ങൾ നൈക്ക ആപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കിട്ടും. ആർക്കെങ്കിലും ലിങ്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരോ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് തരിക. സോ ഈ കമ്മൽ വളരെ ഹെവി ആയിരുന്നു കേട്ടോ. ഞാൻ മീഷോന്ന് മേടിച്ചതാണ്, ബട്ട് അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കിലത്തെ റബ്ബർ കറക്റ്റ് ടൈറ്റ് അല്ലാത്തതുകൊണ്ടായിരുന്നു. സോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂഷ്വലി പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ബട്ട് ഇന്നൊരു ഡ്യൂയി ലുക്ക് വേണം, അതുകൊണ്ട് ഞാൻ ഒരുപാട് പൗഡറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ പുറത്തൊക്കെ പോകാനാണ് ഈ ഒരു ലുക്ക് ചെയ്യുന്നതെങ്കിൽ പൗഡർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തോളൂ. അതിനുശേഷം ഷുഗറിൻ്റെ ഒരു പാലറ്റ്, ഷുഗറിൻ്റെ ബ്ലഷ് കോണ്ടോർ പാലറ്റാണിത്. ഇതിൽ കോണ്ടോർ വരുന്നുണ്ട്, ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. സോ ഒരു വർത്ത് ഇറ്റ് പാലറ്റാണ്. ഈ ഒറ്റ പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഐ ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബ്ലഷ് ഇടാൻ പറ്റും, കോണ്ടോർ, ഹൈലൈറ്റ് എല്ലാം ഒറ്റ പാലറ്റ് കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. സോ ഞാനിത് ഫിയേഴ്സ് ഫീറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. കോറൽ കളർ ബ്ലഷാണിത്. ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിന് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു കളറാണിത്. ഷുഗറിൻ്റെ ബ്ലഷസ് വളരെ പിഗ്മെൻറ്റഡ് ആണ്, അവരുടെ എല്ലാ പ്രൊഡക്ട്സും വളരെ പിഗ്മെൻറ്റഡ് ആണ്. സോ ഞാൻ കയ്യിൽ തട്ടിക്കൊടുത്തിട്ടാണ് ഇടുന്നത്. അതിനുശേഷം ഞാൻ ഇതിലുള്ള ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയല്ലേ, സോ നന്നായിട്ടൊന്ന് തിളങ്ങി നിൽക്കട്ടെ, മുഖമൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കൂൾ ടോൺ ഹൈലൈറ്ററാണ്. സോ നമുക്ക് നല്ലപോലെ ഒരു സിൽവർ തിളക്കം കിട്ടും കേട്ടോ മുഖത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാനിത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചീക്സൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ട് വരും കേട്ടോ. ഇതേപോലെ കുറച്ച് ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കണ്ണെഴുതാണ് മെയ്ബലിൻ്റെ കൊളോസൽ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫാർ മോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഒരു കാജലാണിത് മെയ്ബലിൻ്റെ. ഞാൻ ചെറിയ ടീനേജ് ടൈം മുതലേ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഔട്ടർ കണ്ണിൽ എഴുതി കൊടുക്കുകയാണ്, കുറച്ച് വീതി തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ മെയ്ബലിൻ്റെ വിനായിൽ കളക്ഷനിൽ നിന്ന് വരുന്ന ഇറസിസ്റ്റബിൾ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പീച്ചി പിങ്ക് കളറാണ്, ബട്ട് ഇത് കൂടുതൽ ലൈറ്റായി പോയെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ചൊരു ഡാർക്ക്, ഇതിൻ്റെ ഒരു ഡാർക്കാണ് ലിപ്പി, ആ ഷെയ്ഡ് ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റത്തെ ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് ഞാൻ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് തോന്നി കുറച്ചും കൂടി ഡാർക്ക് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന്. സോ ലിപ്പി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. സോ പാർട്ടി വെയർ ഇങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്സ് ആയിരിക്കും നല്ലത്. കൂടാണ്ട് ഈ ലിപ്സ്റ്റിക്കിനൊരു പ്രത്യേകതയുള്ളത്, ഇത് നല്ല ഗ്ലോസി ഫിനിഷുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ലിപ് ഗ്ലോസ് പോലുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഇടേണ്ട കാര്യമില്ല, കാരണം ഇതിലൊരു ഷൈൻ ഉണ്ട്. മറ്റ് ലിപ്സ്റ്റിക്കുകളെ പോലെ ഡ്രൈ ഔട്ട് അല്ല, കുറച്ച് ഷൈനിങ് ഉള്ളൊരു ലിപ്സ്റ്റിക്കാണ്, ബട്ട് വെരി ലോങ് ലാസ്റ്റിംഗ്. ഇത് റിമൂവ് ചെയ്യാനാണെങ്കിൽ നല്ല പാടാണ്. കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമോ ഇതൊക്കെ വേണ്ടി വരും കേട്ടോ. ജസ്റ്റ് മൈസലർ വാട്ടർ കൊണ്ടൊന്നും പോവില്ല. അതിനുശേഷം ഞാൻ ഫിക്സിങ് സ്പ്രേ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ലുക്കാണ് കേട്ടോ ഇത്. സോ ഓൾമോസ്റ്റ് എൻ്റെ മേക്കപ്പ് ഒക്കെ ഡണ്ണാണ്. ഞാൻ ഇനി ആക്സസറൈസ് ചെയ്യാൻ പോവാണ്. മീഷോന്ന് എടുത്തിട്ടുള്ള ഒരു ജുംക്കയാണ് ഇടാൻ പോകുന്നത്. എൻ്റെ ഷാളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോണുള്ളൊരു ജുംക്കയാണിത്. മീഷോയിൽ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ ഇങ്ങനത്തെ ജ്വല്ലറീസൊക്കെ. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളൊരു ജ്വല്ലറിയാണിത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, നമ്മുടെ മേക്കപ്പൊക്കെ ഫിനിഷ്ഡ് ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വളരെ ഈസി ആയിട്ട് കയ്യിലുള്ള പ്രൊഡക്ട്സ് കൊണ്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണം പ്രൊഡക്ട്സിൻ്റെ എങ്കിൽ കമ്മിൽ ചോദിച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ലിപ്പി ഷെയ്ഡാണ് കേട്ടോ. ലിപ്പി കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതും മീഷോന്ന് മേടിച്ചിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു വയറിൽ 3 പൂക്കൾ വരുന്നൊരു ഡിസൈനുള്ളൊരു
മാലയാണ്. വെരി ക്യൂട്ട്, എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റോൺ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ള ഒരു മിനിമൽ ജ്വല്ലറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഐ മേക്ക് വീഡിയോസ് ഓൺ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ, ഹാപ്പി ഈദ്.